എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രം. അതായത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. അതായത് മറ്റ് ധനത്തേക്കാൾ ഇമ്പോർട്ടൻസ് വിദ്യാധനത്തിനുണ്ട്. ഏത് കാലവും വിദ്യാഭ്യാസം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനം സ്വഭാവ രൂപീകരണമാണ്. മനുഷ്യൻ്റെ സ്വഭാവം ഏറ്റവും നന്നാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അതായത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളിൽ നിന്ന് എങ്ങനെയാണോ നല്ല പെരുമാറ്റം ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെയാണ് മറ്റൊരാളും നമ്മളിൽ നിന്ന് നല്ല പെരുമാറ്റം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല പെരുമാറ്റമാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ പരസ്പരം നല്ല പെരുമാറ്റം കാഴ്ചവെക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ സ്വഭാവ രൂപീകരണമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ വിദ്യാഭ്യാസത്തിന് പല ലക്ഷ്യങ്ങളുമുണ്ട്. അതായത് വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടനയിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം, അതായത് 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുട്ടി കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് 12 വിഷയങ്ങൾ പഠിച്ചിരുന്നു. ഇപ്പോൾ 10 വിഷയങ്ങളാണ് പഠിക്കുന്നത്. അതായത് മാതൃഭാഷ പഠിക്കുന്നു, ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കുന്നു, രാഷ്ട്രഭാഷ ഹിന്ദി പഠിക്കുന്നു. പിന്നെ ഏതൊക്കെ മാതൃഭാഷയാണെന്ന് വെച്ചാൽ അത് തമിഴ്, ഉറുദു, ഹിന്ദി, മലയാളം ഏതാച്ചാൽ മാതൃഭാഷ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നു, കണക്ക് വിഷയങ്ങൾ പഠിക്കുന്നു, ഗണിതശാസ്ത്രം പഠിക്കുന്നു, ഭൂമിശാസ്ത്രം പഠിക്കുന്നു, സാമൂഹിക ശാസ്ത്രം പഠിക്കുന്നു, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, അങ്ങനെ കുറേ ശാസ്ത്രശാഖകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. മൊത്തത്തിൽ നമുക്ക് 15 വയസ്സാകുമ്പോഴേക്കും ഒരാൾക്ക് ജീവിക്കാനുള്ള എല്ലാ അറിവും സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോഴേക്കും തന്നെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും എങ്ങനെ പെരുമാറുന്നതിനെ കുറിച്ചും പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ 18 വയസ്സ് മുതലാണ് ഒരാൾ പ്രായപൂർത്തിയാവുന്നത്. അതായത് +2 വിദ്യാഭ്യാസം കഴിയുമ്പോഴാണ് 18 വയസ്സാവുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പ് എടുത്തിട്ട് പഠിക്കുന്നു. അതിൽ പ്രത്യേക ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ്, അങ്ങനെ ഓരോ സ്പെഷ്യൽ വിഷയങ്ങളെടുത്ത് പിന്നീട് പഠിക്കുന്നു. അപ്പോഴേക്കും മനുഷ്യൻ പ്രായപൂർത്തി ആകുന്നു, 18 വയസ്സാവുന്നു. പിന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ജോലി നേടാൻ കഴിയും, ഇഷ്ടമുള്ള ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി നേടുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തർക്ക് ജോലി ലഭിക്കുക. എന്തായാലും ജീവിക്കാനുള്ള ഒരു ജോലി ആണ് പ്രധാനം. നമ്മുടെ ഗാന്ധിജി രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ജോലിയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏതൊരു ചെറിയ ജോലിക്ക് അതിൻ്റേതായ മൂല്യമുണ്ട്. നമ്മുടെ ജോലിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവ നിറവേറ്റാൻ ആവശ്യമായ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. ഇഷ്ടമുള്ള ജോലി നമുക്ക് ചെയ്യാം. പിന്നെ സാമ്പത്തികമായ അച്ചടക്കം, അതായത് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്നുള്ളതും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രാജ്യസ്നേഹം, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തോട് സ്നേഹം കൂറ് കാണിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ നാടിനോടുള്ള സ്നേഹം, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, അതുപോലെ അന്തർദേശീയ അതായത് എല്ലാ രാജ്യങ്ങളോടും സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. നമുക്ക് ജോലിക്കായി ഏതു രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യാം, അതിന് യാതൊരു തടസ്സവുമില്ല. നമ്മുടെ രാജ്യത്ത് എവിടെ സംസ്ഥാനങ്ങളും നമുക്ക് ജോലി ചെയ്യാം, അതിന് ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഷ്ടമുള്ള ജോലി നമുക്ക് നേടാവുന്നതാണ്. അപ്പോൾ രാജ്യസ്നേഹം വളർത്തിയെടുക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. പിന്നെ
കുടുംബവുമായുള്ള സ്നേഹം കാണിക്കുക, കുടുംബത്തിൽ നല്ല അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരന്മാരെ സ്നേഹിക്കുക, എല്ലാവരുമായി ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ജീവിതം നയിക്കുക, പിന്നെ നമ്മുടെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം ചെയ്യുക. അങ്ങനെ കുറേ ഡ്യൂട്ടികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടുന്നതാണ്. അപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ വിദ്യാഭ്യാസം നേടാൻ നമ്മൾ സ്കൂളുകൾ, കോളേജുകൾ അങ്ങനെ ആശ്രയിക്കുന്നു. വിദ്യാധനം സർവ്വധന പ്രധാനമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നവരാണ്. നമുക്ക് വീട്ടിൽ നിന്നും പുറത്തുനിന്നും പല ആളുകളിൽ നിന്നും നമുക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഔദ്യോഗിക വിദ്യാഭ്യാസമുണ്ട്, അനൗദ്യോഗിക വിദ്യാഭ്യാസമുണ്ട്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുമ്പോൾ ഔദ്യോഗിക വിദ്യാഭ്യാസം നമുക്ക് പുറത്തുനിന്ന് ആൾക്കാരുമായി പെരുമാറുമ്പോഴും പല ജോലി ചെയ്യുമ്പോഴും പലരുമായി സമ്പർക്കത്തിലേർപ്പെടുമ്പോഴും നമുക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. അത് അനൗദ്യോഗിക വിദ്യാഭ്യാസമാണ്. അപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് ലൈഫ് ലോങ് പ്രോത്സാഹനം പറയാം. നമുക്ക് പല മേഖലകളിലൂടെ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാധനം സർവ്വധന പ്രധാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു വിഷയം പറയുക എന്നതാണ് നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.